വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ ഇന്ന് നമ്മൾ വടകര തെരുവത്തുനിന്ന് നമ്മളെ വില്യാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ ദേശീയപാതയിൽ നിന്ന് നേരെ സംസ്ഥാന പാത ഗമിച്ചു പോകുന്ന ആ ഒരു റോഡിൻ്റെ കാഴ്ചകളാണെന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ തെരുവത്ത് ജംഗ്ഷനാണത്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതേപോലെ വില്യാപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന തെരുവത്ത് ജംഗ്ഷനാണത്. ആ തെരുവത്ത് ജംഗ്ഷനൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക്, വൈകിട്ട് 4 മണിയൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, വമ്പിച്ച ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. കണ്ട നിങ്ങൾ വാഹനങ്ങളൊക്കെ ഒരു ജാഥ വിളിച്ച് പോകുന്നത് പോലെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ അറക്കിലാട് വായനശാല എന്നൊക്കെ പറയും. നമ്മൾ ആ ഒരു അറക്കിലാട് വായനശാലയുടെ ജംഗ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. നല്ല കുണ്ടും അവിടെ, ഒരു സ്പീഡ് ബ്രേക്കർ പോലെ ഒരു കുണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കാഴ്ച. അപ്പോൾ ഇനി നമ്മൾ ആകാശക്കാഴ്ച കൂടുതലില്ല, നേരെ താഴോട്ടേക്ക്. നമ്മളെ വില്യാപ്പള്ളി ചേലക്കാട് റോഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടേണിങ്ങുകളുള്ള, അതേപോലെ തന്നെ ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കമൊക്കെ ഉള്ള ഒരു റോഡാണ്. 1933 ഈ റോഡ് ബ്രിട്ടീഷുകാർ പണിതത്. അപ്പോൾ അതിനുശേഷം ഒരു പണികളും നടന്നിട്ടില്ല. 2025 ഇനി ഒരു 8 വർഷം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളൊരു 100 വർഷം തികഞ്ഞു എന്നൊക്കെ പറയാൻ പറ്റും. നമ്മളെ കുറ്റ്യാടി, വയനാട് ഒക്കെ, കുറ്റ്യാടി ഭാഗത്തേക്ക് വയനാട് ജില്ലയിലൊക്കെ ഉപയോഗിക്കുന്ന റോഡാണിത്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമായിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഒരു പണിയും നടന്നിട്ടില്ല ഇവിടെ. പിന്നെ ഇത്രയും കാലത്തിനിടയിൽ 1933 ഭൂരിഭാഗ സമയത്തും ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞപ്പോഴൊക്കെ പാച്ച് വർക്ക് ചെയ്ത് ഒരു പരുവത്തിലായി. പാച്ച് വർക്ക് ചെയ്തിട്ട് ഇനിയൊരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ അത്രയും തവണ റോഡ് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പില്ല, പഴയ റോഡിൻ്റെ ഒരു അവശിഷ്ടം പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ റോഡിൻ്റെ കാഴ്ച. അപ്പോൾ 2017 ഈ റോഡ് വികസിപ്പിക്കാൻ, റോഡിൻ്റെ വീതി കൂട്ടി നല്ല രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പദ്ധതികളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ഫ്രീ അക്വയർ ചെയ്തിട്ട്, അതായത് സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ അന്ന് കാര്യമായിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 2021 വീണ്ടും പദ്ധതി പ്രകാരം സ്ഥലം ഏറ്റെടുക്കാനും പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ അടുത്തായി ഇപ്പോൾ റോഡ് പണി ജസ്റ്റ് തുടങ്ങിയുള്ളൂ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വില്യാപ്പള്ളി റോഡ് നവീകരിക്കുമെന്ന് പറയാതല്ലാതെ ഒന്നും നടന്നില്ലായിരുന്നു. പദ്ധതികളിങ്ങനെ കയ്യാലപ്പുറത്തോ തേങ്ങ പോലെ ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു 6 മാസത്തിനിടയിലാണ് പണി തുടങ്ങിയത്. അപ്പോൾ നമ്മളെ പൊന്മേരി ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഭാഗത്തുള്ള, നമ്മളിപ്പോൾ ഉള്ളത് മയ്യന്നൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ്. ഇതിലെ സത്യം പറയുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ നമ്മളിപ്പോൾ ഒരു രാത്രി സമയത്ത് അല്ലെങ്കിൽ ഒരു വൈകിട്ട് സന്ധ്യാസമയത്തൊക്കെ നമ്മളൊരു ഓട്ടോറിക്ഷ വില്യാപ്പള്ളിയിലേക്ക് വിളിച്ചാൽ പോലും പല ആളുകൾക്ക് പോവില്ല. കാരണം റോഡ് അത്രയും മോശമായതുകൊണ്ട് പോകാൻ താല്പര്യമില്ല ആളുകൾക്ക്. അത്രയും മോശമായ റോഡാണ്. അപ്പം നമ്മൾ മയ്യന്നൂർ എത്തുന്നതിന് മുന്നേ ഉള്ള ഈ ഭാഗത്തൊക്കെ റോഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇനി നമ്മൾ ഈ പുതിയ പ്രൊജക്റ്റിലൂടെ റോഡ് നവീകരിക്കുന്നത് വരെ ഈ കുണ്ട് ഇതേപോലെ കിടക്കും. പിന്നെ വില്യാപ്പള്ളി ഭാഗത്താണ്, മയ്യന്നൂർ ഭാഗത്താണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടാ നമ്മുടെ ക്യാമറ പോലും ഇവിടെ നേരാവണ്ണം നിൽക്കൂല. അത് അത്രയും കുണ്ടും കുഴിയും എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ മടുത്തു പോകും. ഒരു സ്കൂട്ടർ അതേപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ്റെ ഊരേൻ്റെ ഊപ്പാൾ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വരെ സാഹചര്യം അറിയാം. അപ്പോൾ നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മളെ കൂട്ടങ്ങാരം ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വൈക്കൽശ്ശേരി റോഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇനി നേരെ നമ്മുടെ മയ്യന്നൂർ ഭാഗത്തുള്ള കാഴ്ച കാണാം. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലൈൻ റൂട്ട് ബസ് പോവുകയാണെങ്കിൽ ആ ലൈൻ റൂട്ട് ബസ്സിനെ നമുക്ക് ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറിനോ അത്യാവശ്യ വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ജാഥയും പിടിച്ച് പ്രകടനം പിടിച്ച് പോകണം. ഇതിപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് അതാണ്. അപ്പോൾ അങ്ങനെ പ്രകടനം വിളിച്ച് പോകേണ്ട ഒരവസ്ഥയാണ്. അത്രയേ റോഡിന് വീതിയുള്ളൂ. 2 വാഹനം കഷ്ടിച്ച്
ഒരേ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലൂടെ എതിർ ദിശയിലൂടെ 2 വാഹനങ്ങൾ പോകാൻ കഴിയും എന്നതിനപ്പുറത്ത് റോഡിന് വളരെ വീതി കുറവാണ്. പിന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ പിറകിൽ വാഹനങ്ങൾ നിർത്തിയിടണം, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ നമ്മളെ വില്യാപ്പള്ളി ടൗണ് പുരോഗമിക്കാത്തത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ. ഇപ്പം നമ്മൾ കൂട്ടങ്കാരം ഭാഗത്തല്ല, കൂട്ടങ്കാരം ഭാഗത്ത് ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ലാബ് നിർമ്മിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കുന്നത്. വില്യാപ്പള്ളി ടൗൺ ആ ഭാഗത്തൊക്കെ നമ്മൾ കാണിക്കാം. ഇപ്പോൾ കൂട്ടങ്ങര ഭാഗമാണ്, ഇവിടെയൊക്കെ ചെങ്കുത്തായ കയറ്റവും ഇറക്കൊക്കെയാണ്. ഒരു ഒട്ടകപ്പുറത്ത് പോകുന്ന ഫീലിംഗ് ആണ് നമ്മൾ ഒരു പഴയ കാലത്ത് ഒട്ടകപ്പുറത്ത് കാളവണ്ടിയിലൊക്കെ പോയ അനുഭവം ഒന്നുകൂടി അനുഭവിക്കുന്ന, അങ്ങനെ തുള്ളി യാത്ര ചെയ്യണമെന്ന് തോന്നുന്ന ആളുകൾക്ക് നമ്മൾ ഈ വില്യാപ്പള്ളി റോഡിലൂടെ സഞ്ചരിച്ചാൽ മതി. മയ്യന്നൂർ ഭാഗത്ത് ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ സ്ലാബ്, അണ്ടർ പാസേജ് എന്നാണ് പറയുന്നത്, ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മയ്യന്നൂർ ഭാഗത്ത് കാര്യമായിട്ട് നടക്കുന്ന വർക്ക് നമ്മളെ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് ഇനി വർക്ക് കഴിയുന്നത് വരെ, അപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ മിനിമം നമ്മൾ ഈ റോഡിന് വർക്ക് നടക്കാനെടുക്കും. ആ 2 വർഷമൊക്കെ നമ്മളിങ്ങനെ ഒച്ചിനെ പോലെ ഇഴഞ്ഞ് യാത്ര ചെയ്യാനായിരിക്കും. അതിലുപരി കുണ്ടിൽ വീണ് വണ്ടിയുടെ നമ്മളൊക്കെ പരിപ്പെടുക്കുന്ന ഒരു സാഹചര്യം. മയ്യന്നൂർ ടൗണ് കഴിഞ്ഞിട്ടുള്ള ആണ്. എന്താണ് ഏകദേശം 80 കോടിയുടെ പ്രൊജക്റ്റാണ്. അതായത് നമ്മുടെ വടകരയിൽ നിന്ന് ചേലക്കാട് ഭാഗത്തേക്കുള്ള ഈ ഒരു പുതിയ റോഡ് 80 കോടിയുടെ പ്രൊജക്റ്റാണ്. പിന്നെ പുനരധിവാസം നമ്മളെ എന്താ പറയുക, പുനരധിവാസമല്ല, നമ്മളെ ജോലിയും പിന്നെ നമ്മുടെ ഈ റോഡ് വികസനം വഴി ജോലി അവരുടെ ജോലിയും മറ്റ് കടകളും അതേപോലെ തെരുവിലാക്കപ്പെടുന്ന ആളുകളൊക്കെ പുനരധിവസിപ്പിക്കാൻ, അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമ്പോൾ അത്തരം ആളുകൾക്ക് പുനരധിവാസം എന്നുള്ള രീതിയിൽ ഈ പദ്ധതിക്കകത്ത് ഫണ്ട് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വില്യാപ്പള്ളി ഭാഗത്തേക്ക് പോയിക്കൊണ്ട്, വില്യാപ്പള്ളി ഭാഗത്താണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഭിത്തി കണ്ട സൈഡിലൊക്കെ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തതിന് ശേഷം അവരുടെ എന്താ പറയുക മതിലൊക്കെ കെട്ടിക്കൊടുക്കുന്ന വർക്കാണ് അവിടെ നടക്കുന്നത്. റോഡിൻ്റെ വീതിക്ക് ആവശ്യമായിട്ട് കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ മയ്യന്നൂർ കഴിഞ്ഞിട്ടുള്ള വില്യാപ്പള്ളി ടൗണിന് തൊട്ട് മുന്നേയുള്ള പെട്രോൾ പമ്പാണ്. ആ പെട്രോൾ പമ്പിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കൾവേർട്ടുണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചേലക്കാട് വരെ ഇങ്ങനെ യാത്ര ചെയ്ത് വീട് എടുക്കുകയാണെങ്കിൽ ഈ ബ്ലോക്കും കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ വീഡിയോ ഉണ്ടാകും. വെള്ളിയാപ്പള്ളി ടൗണ് ഭാഗത്ത് ഒക്കെ ഡ്രൈനേജിൻ്റെ വർക്കാട്ടോ നടക്കുന്നത്. നമ്മൾ ഊരാളുങ്കിലാണ് ഇവിടെ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ലാബ് ഭാഗമായിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, കമ്പി. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാം, ജസ്റ്റാ കാണിക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈനേജിൻ്റെ സ്ലാബാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഡ്രൈനേജ് സ്ലാബല്ല, ഡ്രൈനേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈനേജിൻ്റെ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കടകളുടെ കുറേ ഭാഗമൊക്കെ ഇപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കമ്പി കെട്ടി അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വില്യാപ്പള്ളി ടൗണിൽ കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥലം കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, സന്തോഷമുള്ളൂ. കാരണം ഇവിടെയുള്ള കച്ചവടവും സാരമായി ബാധിക്കുന്നില്ല. ട്രാഫിക് ബ്ലോക്കും കാരണങ്ങളൊക്കെ ആളുകൾ ഇവിടെ നിർത്താത്തൊരു സാഹചര്യമാണ്. ഒരു വാഹനം നിർത്തിയിട്ടിട്ട് ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിപ്പോൾ കൾവേർട്ടിൻ്റെ പണി നടക്കുന്നതുകൊണ്ടുള്ള ബ്ലോക്കാണ്. ഒരു ഭാഗത്തുനിന്ന് വാഹനം നമ്മുടെ മൂരാട് പാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ച. ഒരു ഭാഗത്തെ വാഹനം പോയതിന് ശേഷം പഴയ മൂരാട് പാലത്തെ ഓർമ്മിപ്പിക്കുന്ന, മറുഭാഗത്തെ വാഹനം വെയിറ്റ് ചെയ്യുന്ന ഒരു ആചാരം നമ്മുടെ വില്യാപ്പള്ളി ഭാഗത്തിപ്പോൾ ഉണ്ട്. എന്ത് മനോഹരമായ ആചാരം! അയ്യോ, നേരത്തെ കട. നമ്മളൊക്കെയുള്ള വില്യാപ്പള്ളി ടൗണിലേക്ക് നമ്മൾ പോകണം. വില്യാപ്പള്ളി ടൗണിൻ്റെ അവസ്ഥ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വെരി പത്തറ്റിക് കണ്ടീഷൻ. എന്ന് നമ്മുടെ ഡ്രോൺ ഷോട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ പറയുക, കണ്ടമാന ലൈന്, ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങൾ എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ പറത്താൻ അസാധ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഡ്രോൺ ഷൂട്ട് തന്നെ എടുക്കുകയാണ്. കാരണം ഈ ഡ്രോൺ ഷൂട്ട് എടുക്കുന്നതാണ് എളുപ്പം. ഇതിനേക്കാൾ ഡ്രോൺ ഷൂട്ട് എടുക്കുന്ന എളുപ്പമല്ല, ഇത് വളരെ കഷ്ടപ്പെട്ട് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ക്യാമറ ഒക്കെ പിടിച്ച് പോകാൻ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷം ക്ലിയർ ആയിരുന്നെങ്കിൽ, ആകാശം ക്ലിയർ ആയിരുന്നെങ്കിൽ ഡ്രോൺ തന്നെയാണ് സുഖം. വില്യാപ്പള്ളി ടൗണിലെ ബ്ലോക്കായത്. എന്താ മോനെ, ആർക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യം. എന്താ അല്ലേ ട്രാഫിക് ബ്ലോക്ക്. ഒരു രക്ഷയില്ല മകനെ. നമ്മളൊരു വർഷം മുന്നേ വില്യാപ്പള്ളി റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ട് ചാനൽ വീഡിയോ ഇട്ടിരുന്ന ആളുകളുടെ അഭിപ്രായവും റോഡിൻ്റെ അവസ്ഥയും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അഭിപ്രായം എടുത്തുകൊണ്ട് ഒരു വർഷം മുന്നേ. അപ്പോൾ അന്നേ നമ്മൾ വില്യാപ്പള്ളി ചേലക്കാട് റോഡ് വരുന്നു എന്നൊക്കെ ഒരു വർഷമല്ല 2 വർഷമായി കാണുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റോഡ് യാഥാർത്ഥ്യമായതിനു ശേഷം ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. യാഥാർത്ഥ്യമല്ല, റോഡിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം. വില്യാപ്പള്ളി ടൗൺ എവിടെയൊക്കെ ബസ് നിർത്തിയാൽ പിന്നെ ബാക്കിൽ വണ്ടികൾ ക്യൂ നിൽക്കണം. നമ്മൾ വില്യാപ്പള്ളി ടൗണ് കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് വർക്കുണ്ടോയെന്ന്, നടക്കുന്നുണ്ടോ എന്താ അറിയില്ല, നോക്കാം. ഇവിടുന്ന് നമ്മൾ ആയഞ്ചേരി ചേരിപ്പോര് ഭാഗത്തേക്ക് പോകുന്ന റൈറ്റ് സൈഡിലെ റോഡ്. ഇവിടെ വലിയ മാള് വരുന്നുണ്ട്, ജീപ്പാസിൻ്റെ മാള്. വില്യാപ്പള്ളി കഴിഞ്ഞു. ഇതൊക്കെ സ്ഥലമേറ്റെടുപ്പിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടേണിങ്, നല്ല ടേണിങ് ഉള്ള പ്രദേശം. കൊടുംവളവ്.
അതേപോലെ നമ്മളെ വടകര തിരുവള്ളൂർ ആ റോഡും നവീകരിക്കേണ്ടതുണ്ട്. കാരണം റോഡ് കുഴപ്പമില്ല, റോഡിന് കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല റബ്ബറൈസ്ഡ് റോഡാണ്. പക്ഷേ റോഡിന് വീതി വളരെ കുറവാണ്. എന്താ ഇതൊക്കെ കണ്ടെങ്കിൽ റോഡിൻ്റെ അവസ്ഥ, ഇത് റോഡോ അതോ തോടോ? ഇവിടെയും കൾവേർട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കൂറ്റൻ കൾവേർട്ടല്ല, കനാൽ ക്രോസ് ചെയ്തിട്ട് വന്ന സംഭവമാണ്. കനാൽ ക്രോസ് ചെയ്ത് പോകുന്ന കനാലാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. ഇതാണ് കനാൽ ക്രോസ് ചെയ്ത് പോകുന്ന കൾവേർട്ടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമോയെന്ന് ഐഡിയ ഇല്ല, കാരണം ലെങ്ത് ഉണ്ടാകും. ഇപ്പം നമ്മൾ എവിടെ എത്തിയെന്ന് കമൻറ്റ് ചെയ്യാവോ? കമൻറ്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ റോഡിന് വേണ്ടി സ്ഥലമേറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. മതിലൊക്കെ പൊളിച്ച്, കടയുടെ തിണ്ണയൊക്കെ പൊളിച്ച്, അങ്ങനെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്മേരി എത്തി. പൊന്മേരി പൊന്മേര എന്നാക്കിയാൽ പോരാ. എങ്ങനെയാണ് പൊന്മേരി എന്ന പേര് വന്നത്? മലയാളം അതുമായിട്ടൊരു ബന്ധവും കാണുന്നില്ലല്ലോ. പോലീസുകാർക്ക് എന്തായി വീട്ടിൽ കാര്യം? കുറച്ച് പോലീസുകാരെ ഇവിടെ കാണുന്നു. അപ്പോൾ പൊന്മേരി പെട്രോൾ പമ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് യാത്ര കുതിക്കുകയാണ്. അതെ, കുതിച്ച് കുതിരപ്പുറത്ത് പോകുന്നത് പോലെയാണ് നമ്മൾ കുതിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുണ്ടിനൊരു പഞ്ഞോ ഇല്ലാത്തതുകൊണ്ട് കുതിച്ച് മന്ദം കുറച്ച് സ്പീഡ് കൂടണം, അല്ലെങ്കിൽ റോഡിന് വീഡിയോന് ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. ഇവിടെയൊക്കെ റോഡിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. സമീപ പ്രദേശത്തുള്ള വീടുകളുടെ മതിലുകളും വീടിൻ്റെ തിണ്ണയും കടയുടെ തിണ്ണയും എല്ലാം പൊളിച്ചു മാറ്റിയ ഒരു കാഴ്ചയാണ് നമുക്ക് തേരാക്കുൽ എന്ന് കാണാൻ സാധിക്കുന്നത്. തേരാക്കുൽ ഭാഗം, തേരാക്കുൽ ഭാഗത്തൊക്കെ റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും ആണ് നടക്കാനുള്ളത്. തേരാക്കുൽ നമ്മളിവിടെ ഒരു ചന്ത ഉണ്ട്. ചന്ത തുടങ്ങിയോ? ചന്ത തുടങ്ങിയില്ലേ? മറ്റേ ഇവിടെ വില്യാപ്പള്ളി കല്ലേരി ചന്ത. ഇവിടുന്ന് 2 റോഡ് ആയിട്ട് പോകുകയാണ് സുഹൃത്തുക്കളെ, പോകുകയാണ്. കല്ലേരി അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ലേരി ചന്തയൊക്കെ ഈ ഭാഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉത്സവം ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ചന്ത പൊടിക്കും. ചന്ത കാണാൻ വന്നവരെ കല്ലേരി ചന്ത കണ്ട മനോഹരമായ ചന്ത. ചായപ്പൊടി, പഞ്ചസാരപ്പൊടി, മുളക് പൊടി എല്ലാം ഇവിടെ ലഭിക്കും. വെറുതെ അല്ല നമ്മൾ പോലീസുകാരെ കണ്ടത്. ഈ വീട്ടിലെ ഓരോ അരിമണിയും, ഈ പഞ്ചായത്തിലെ ഓരോ അരിമണിയും പൊറുക്കാൻ വന്നവനാണ്. കല്ലേരി ഭാഗത്താണ് നമ്മളുള്ളത്. കല്ലേരി ഭാഗത്ത് ഒന്ന് സഹകരിക്കൂ പ്ലീസ്.
കല്ലേരി കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് പ്രവാസികളായ ആളുകൾക്ക് നാട്ടിലെ കാഴ്ച നിങ്ങൾ ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നത് പോലെ നടന്ന് സഞ്ചരിക്കുന്നത് പോലെ നമ്മൾ ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളയും. ചെയ്താൽ മതി, കളയണോന്ന് വെച്ചു. അപ്പോൾ അവിടെയൊക്കെ റോഡിന് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടോ. കുനിങ്ങാട് സഖാക്കള ബോർഡ്, ഒരു ഫ്ലസ്ക് അങ്ങോട്ട് മാറണോ. പിരിവ് വരുന്നതിന് മുന്നേ ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. അവിടെ എന്തോ പിരിവ് നടക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐൻ്റെ ഉത്സവമുണ്ട് അവിടെ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കുനിങ്ങാട് നമ്മുടെ നാദാപുരം ഭാഗത്തേക്ക് കെട്ടിയും റൈറ്റിലോട്ട് എസ്മുക്ക് ഇതിലെയാണ് പോകുന്നത് റോഡ്. അപ്പോൾ കുനിങ്ങാട് ഭാഗത്തേക്കല്ല, ഇതിലെയാണ് റോഡ് പോകുന്നത്. ഇവിടെയാണ് എസ്മുക്കും എല്ലാ മുക്കും ഉള്ള സ്ഥലം. ഇവിടെ ഉള്ള റോഡിന് സ്ഥലം ഏറ്റെടുത്തു. റോഡിൽ പണി നടക്കുന്നു, വാഹനങ്ങൾ പതുക്കെ പോവുക എന്ന് ULCCയുടെ ബോർഡുണ്ട്. ഇവിടെയൊക്കെ കണ്ട സ്ഥലത്തിൻ്റെ ആളുകളിൽ നിന്ന് സ്ഥലമൊക്കെ ഏറ്റെടുത്ത് മതിലുകളൊക്കെ പൊളിച്ച് ഉള്ളോട്ടാക്കി മതിൽ കെട്ടിക്കൊടുക്കുന്ന കാഴ്ചയാണ്. ഇവിടെ എസ്മുക്ക് എന്ന് പറഞ്ഞ ഒരു മുക്കുണ്ട്, അത്ര എസ് പോലെ വളവാണ്. അപ്പം അങ്ങനെയാണ് സ്ഥലത്തിന് എസ്മുക്ക് എന്നാണ് പേര് വന്നത്. ആ മുക്ക് എവിടെയാണോ ആ മുക്ക്? കുനിങ്ങാട് LP സ്കൂൾ, കുനിങ്ങാട് LP സ്കൂളിൻ്റെ ഭാഗത്താണുള്ളത്. ഇവിടെയൊക്കെ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു കേട്ടോ. സ്ഥലം കുറേ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എസ്മുക്ക്. പഴയ എസ് പോലെയുള്ള റോഡായത്. ഈ റോഡ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ കാണുന്ന ഭാഗമല്ലേ, അതിൽ ജസ്റ്റ് വണ്ടി ഓടിച്ച് കാണിച്ചു തരാമെന്നല്ലേ. എസ് നേരത്തെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എസ്മുക്കിൻ്റെ അവശിഷ്ടം നിങ്ങൾ കണ്ട. ഇതാണ് എസ്മുക്ക്, പ്രോപ്പർ എസ്മുക്ക് ബസ് സ്റ്റോപ്പാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ ഒരു നയാര പെട്രോൾ പമ്പുണ്ട്. നയാര ഞാനാരല്ല നയാര. ഇതാണ് കാഴ്ച. അപ്പം ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള വർക്കില്ല. നമ്മൾ കുറച്ചങ്ങ് കട്ട് ചെയ്താലോ. ഈ റോഡ് ഒരു പോറലും ഏൽക്കാതെ, ഒരു കുണ്ട് പോലും നികത്താതെ അതേപോലെ കഴിഞ്ഞ ഒരു 80-90 വർഷമായിട്ടിങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ നാണക്കേടാണ്. ബ്രിട്ടീഷുകാരെ അറിയണ്ട, നാണക്കേടാണ്. 1933 ശേഷം ഈ റോഡ് വികസിച്ചില്ല, റോഡ് താറ് നേരാവണ്ണം ഫുൾ താറിങ് ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നാണക്കേടാണ്. നാണക്കേട് കൊണ്ട് തല താഴ്ത്തേണ്ടി വരും. കോഴിക്കോട് ജില്ലയിൽ മണിയൂർ പഞ്ചായത്തും ഇതേ രീതിയിലുള്ള ഇതിനേക്കാൾ മോശമായ റോഡുണ്ട്. ഇപ്പോൾ തണ്ണീർപ്പന്തലെത്തി നമ്മൾ. തണ്ണീർപ്പന്തൽ ഭാഗത്തെത്തി. തണ്ണീറല്ല, ഇവിടെ കണ്ണീർ പന്തലാവും. ഈ റോഡിലൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് കണ്ണീരാവും. കണ്ണീരും കൈലാസമാവും. അത്രയും ദുഷ്കരമായ യാത്രയാണ്. നമ്മൾ തണ്ണീർപ്പന്തലെത്തി. തണ്ണീർപ്പന്തൽ ടൗണായത്. തണ്ണീർപ്പന്തൽ ടൗണൊക്കെ റോഡൊക്കെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് 4 വരിയൊക്കെ ആക്കി റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല കച്ചവടം ചെയ്യാനൊക്കെ എന്തൊരു സുഖം ഉണ്ടാവും. യാത്ര ചെയ്യാനെന്ത് സുഖം ഉണ്ടാവും അല്ലേ. ഇല്ല, ട്രാഫിക് ബ്ലോക്കിൽ മൊത്തം പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ റോഡ് വികസനം.
തുഴഞ്ഞു പോകല്ല ചേച്ചി, ഇത് തോണിയല്ല, സ്കൂട്ടിയാണ്. തണ്ണീർപ്പന്തൽ ടൗൺ കഴിഞ്ഞു. എൻ്റെ മോനെ, ഇതൊക്കെ റോഡാണോ? ഇതിനെയൊക്കെ റോഡ് എന്ന് വിളിക്കുന്നവന്. തണ്ണീർപ്പന്തലിൽ നിന്ന് ഒരു കണ്ണീർ യാത്ര, കരളലിയിപ്പിക്കുന്ന യാത്ര, കരളലിയിപ്പിക്കുന്ന കാഴ്ച റോഡിലൂടെ. ആലോചിക്കുകയാണ്, ദിവസവും രാവിലെയും വൈകിട്ടും ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുന്നവൻ്റെ ഒരു അവസ്ഥ ഇതായിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊരു പ്രശ്നമല്ല, ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊരു വലിയ വിഷയമായിട്ട് പിന്നെ അതങ്ങ് ശീലമായിപ്പോൾ. ഇപ്പം ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല കേട്ടോ. റോഡിൻ്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതൊന്നും ഇങ്ങനെ നടന്നാൽ പോരുന്നേ, സടപടേ മന പണി നടക്കണം, അത് കാര്യമുള്ളൂ. ട്രാഫിക് ഡൈവേഷൻ ഹെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡ് ക്ലോസ്ഡ്. ഇവിടെ പണി നടന്നില്ലെന്ന് പറയുമ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ടല്ലേ. റോഡ് ക്ലോസ് ചെയ്തു. ഇവിടെയും നമ്മളൊരു കൾവേർട്ട് പണി നടയുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു കൂട്ടൻ ആൽമരം കനാൽ ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ കനാൽ ക്രോസ് ചെയ്ത് പോകുന്നതിൻ്റെ പുറത്തുള്ള പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പടുകൂട്ടൻ ആൽമരം കണ്ട, ഒരു 10 ആൾ ഒന്നിച്ച് നിന്നാൽ പിടിക്കാൻ പറ്റാത്ത ആൽമരം. 10 പേർ ഒന്നിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ചാൽ കിട്ടാത്ത ആൽമരം ഉള്ളതാ, തള്ളല്ല. കഴിഞ്ഞ് തണ്ണീർപ്പന്തലൊക്കെ കഴിഞ്ഞ് എൻ്റെ മോനെ എന്തോന്ന് കൊണ്ടുവന്നു, ഇതൊക്കെയാണ് കൊണ്ടുവന്നു. നമ്മളവിടെ എത്തിയെന്നറിയോ? ഇപ്പം കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. എന്നാൽ നാട്ടുകാരായ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യേ. കുമ്മങ്കോട്. അപ്പം നമ്മളെത്തി, നാദാപുരം എത്താറായി, കുറ്റിയാടി എത്താറായി. നമ്മൾ കുമ്മങ്കോട്. എൻ്റെ മോനെ, ഇതെന്തൊരു കുണ്ടാണ്, ഇങ്ങനെയുണ്ട് ഒരു കുണ്ട്. നമ്മൾ വടകരയിൽ നിന്ന് തൈരും കൊണ്ട് വണ്ടിയിൽ കയറ്റി ഇങ്ങനെ പോന്നാൽ ലെഫ്റ്റിലോട്ടുള്ള റോഡാണ് നാദാപുരത്തേക്കുള്ള റോഡ്, നാദാപുരം ടൗണിലേക്ക്. വണ്ടിയിലോട്ട് ഇങ്ങനെ പോന്നാൽ ഇവിടെ നമ്മൾ കുറ്റിയാടി എത്തുമ്പോഴത്തേക്കും നമുക്ക് മോരും വെണ്ണയും വേർതിരിച്ച് എടുക്കാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. പണിക്കാരൊന്നും വെക്കണ്ട, ഒരു വണ്ടിയിൽ കുറച്ച് മോരും തൈരും വെച്ചിട്ട് എന്നാൽ കടഞ്ഞ് കിട്ടും. അങ്ങനത്തെ റോഡായത്. തൈര് കടഞ്ഞെടുക്കാം. പണ്ട് മോര് കടഞ്ഞിട്ടാണ് തൈരാക്കുന്നതെന്ന് വിചാരിക്കും. ഇതിലും മനസ്സിലായത് തൈര് കടഞ്ഞിട്ടാണ് മോരും വെണ്ണയും കിട്ടുന്നത്. കുമ്മങ്കോട് ഈസ്റ്റ് UP സ്കൂളിൻ്റെ പ്രാന്തപ്രദേശത്തു നിന്നാണ് നമ്മൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നാദാപുരം സർവീസ് സഹകരണ ബാങ്ക്. സഹകരിച്ചാലേ ആൾക്കാർ ഇതിലേക്ക് പോകാൻ കഴിയും. സഹകരിക്കൂ പ്ലീസ്. കുമ്മങ്കോട്. എന്താ മോനെ, റോഡ് ചുരുങ്ങി പോവാണ് കുറ്റിയാടി എത്തും തോറും. കുമ്മങ്കോട് ക്ഷേത്രം. എന്താ മോനെ,
ഞാൻ കുറേ കാലമായി ഇതിൽ യാത്ര ചെയ്തിട്ട്. ഈ യാത്ര ഈ അടുത്തൊന്നും ചെയ്യൂല, അറിയാതെ വന്നു പോയതാണ്. അനിയ ഒന്ന് പോകട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ അതാവരം ഭാഗത്തേക്ക് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്താൽ കല്ലാച്ചി ഭാഗത്തേക്ക് പോകാം. നമ്മൾ റോഡ് ഇതാണല്ലോ, അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ വീണ്ടും സ്ട്രൈറ്റ് തന്നെ പിടിക്കണം. ഇതിലൊക്കെ ആളും മനുഷ്യനെ യാത്ര ചെയ്തില്ലാന്ന് തോന്നുന്ന പോലെ കണ്ടിട്ട് തോന്നും. എന്നെ ഹഠാത് ആകർഷിച്ചു എന്നാണ്. My God. ഒന്നും പണി നടന്നിട്ടില്ല കേട്ടോ, ഒരു പണിയും നടക്കുന്നില്ലടേ. കള്ളാച്ചി 1 ചേലക്കാട് 1.4 കിലോമീറ്റർ. എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, ഇനി ചേലക്കാട് വരെ പോയി കളയാം. ബ്രാൻഡ് BBM. പുതിയ റോഡൊക്കെ വന്നാൽ ഒരു കലക്കും എൻ്റെ കറവേട്ടാൻ. ഞാനൊരു കലക്കും എൻ്റെ കറവേട്ടാന്നാണ് എന്നോട്ട്. ഏത് റോഡ്? ഇത് ആദിവാസി കോളനിയിലേക്കുള്ള റോഡാണ് എന്നാരും ചോദിക്കൂല. കാരണം ഈ നാട്ടുകാർക്ക് ഈ റോഡിനെ പറ്റി വളരെ കൃത്യമായ ധാരണ ഉണ്ടല്ലോ. കുറ്റിപ്പുറം പാറയിൽ ശ്രീ പരദേവതാ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ പ്രാന്തപ്രദേശത്തു നിന്നാണ് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. Oh my gosh, yeah, you know, I don't know. ഇത്ര മോശമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലുണ്ണി. Oh my God. നമ്മളെ കാക്കയ്ക്ക് കൊടുക്കാൻ പറ്റിയ പഴയ ബൈക്ക് സ്കൂട്ടറൊക്കെ ഉണ്ടാവില്ല, അത് അഴിച്ചെടുക്കാൻ പണിയുണ്ടെങ്കിൽ ഇതിലെ ഒന്ന് വടകരയിൽ നിന്ന് നാദാപുരത്തേക്ക് ഒരു പിടുത്തം പിടിച്ചാൽ മതി. ചേലക്കാടേക്ക് പിറകിലൊരു ഗുഡ്സും, എന്നിട്ട് ഓരോന്നോരോന്ന് അഴിഞ്ഞ് വീഴുമ്പോൾ പെറുക്കി ഗുഡ്സിൽ വാഹനത്തിലിട്ടാൽ മതി. ഇവിടെയൊക്കെ റോഡിന് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ഏറ്റെടുത്തിട്ടുണ്ട് മഹാന്മാർ. ULCC ഇവിടെയൊക്കെ ഏറ്റെടുത്ത് മതിൽ കെട്ടുന്നു. മതിൽ കെട്ടി തിരിച്ചത് അറിഞ്ഞോ നീ അറിഞ്ഞോ? ഞാനിപ്പോൾ അറിഞ്ഞു. നമ്മൾ ചേലക്കാടെത്തി. ചേലക്കാട് റോഡിനോട്ട് മുട്ടി. ഇവിടെ അങ്ങോട്ട് വന്ന് മുട്ടാണ് റോഡ് കേട്ടോ, ചേലക്കാട്. അപ്പം നമ്മൾ റോഡിൻ്റെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ട പല ആളുകളും, നമ്മൾ സഹിച്ച ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും താങ്ക്സ് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനിടയിൽ നമുക്ക് അല്പം ഇന്ധനമാവാം, കാരണം ഓടിയതല്ലേ, അല്പം ഇന്ധനമാവാം. ചേലക്കാട് റോഡിലോട്ട് നമ്മൾ കയറി. ഇവിടെ റോഡ് ഒരു സ്വർഗത്തിലോട്ട് പ്രവേശിച്ച പോലെ ഉണ്ട്. ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം താറൊക്കെ ചെയ്ത് വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള റോഡായതുകൊണ്ട് എന്തൊരു രസം, എന്തൊരു സുഖം, എന്തോ ഒരു കിളി. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ വൈൻഡപ്പ് ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷേ ചെയ്യണമെന്നുണ്ടെന്നാൽ ചെയ്യാൻ തോന്നുന്നില്ലല്ലോ. ഗോപ്രോയിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ തോന്നൂല.
ആ പ്രശ്നമുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അനിയാ. ഓക്കെ, നമ്മളിവിടെ കട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. റോഡിൽ തിരക്ക് കണ്ടോ നിങ്ങൾ?